നമുക്ക് റൂമൊക്കെ ഒന്ന് കാണാം. ആയിക്കോട്ടെ. ഇതിപ്പോ നമ്മള് ഫ്രണ്ടിലൊരു ഇരിപ്പിടാണ്, ശരിക്കും കല്ല് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇരിപ്പിടാണ്. ഇപ്പൊ രാത്രി ഓപ്പൺ എയറിൽ നമുക്ക് ഇരിക്കാനൊരു സംവിധാനമാണ്. ഒരു 25 ആൾക്കാർ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ പിന്നെ അവരുടെ നല്ല സമയം ചെലവഴിക്കാനും അതുപോലെ തന്നെ എൻജോയ് ചെയ്യാനുള്ളൊരു സ്പേസ് ആണ്. അത് നമ്മൾ രാത്രി ലൈറ്റ് ഒക്കെ ഇട്ട് ഓപ്പൺ എയറിൽ ഇരിക്കുന്ന സമയത്ത് നല്ല വൈബായിരിക്കും. ഓക്കെ, ഫാമിലി കുട്ടികളെ ബാച്ചിലേഴ്സ് എങ്ങനെയാണെങ്കിലും വരാൻ നിർത്തും. നമുക്കിവിടെ 3 റൂംസ് ആണുള്ളത്. ഇത് കുറച്ച് വലിയ റൂമായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ 3 കട്ടിലുണ്ട്. അതുപോലെ തന്നെ ഇനി അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ കൂടുതൽ ആൾക്കാർ വരികയാണെങ്കിൽ ഒരു ബെഡും കൂടി ഇടാനുള്ള സ്പേസ് നമുക്കിവിടെ ഉണ്ട്. ഫാമിലിയായിട്ട് ഒന്നിച്ച് താമസിക്കേണ്ട താല്പര്യമുള്ള ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് ബാച്ചിലേഴ്സ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിലും അവർക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാനും. എത്ര പേർക്ക് ഇതില് പരമാവധി നമുക്കിപ്പോ 2 പേര് കിടക്കുകയാണെങ്കിൽ 8 പേർക്ക് വരെ ഈ റൂമിൽ കിടക്കാൻ പറ്റും. 8 പേർക്ക് വരെ കിടക്കാൻ പറ്റും. സോ നമുക്ക് AC ഉണ്ട്. അതുപോലെ തന്നെ 2 ബാത്റൂംസ് ഉണ്ട്. ഇപ്പോൾ ഒരു കിച്ചൺ സൗകര്യം കൂടി ഉണ്ട്. അത്യാവശ്യം നമുക്ക് ബുക്ക് ചെയ്യാനുള്ള എല്ലാ കിച്ചണും കൂടി ഉണ്ടല്ലോ. കിച്ചൺ ഉണ്ട്. എന്ത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാം. അതിനുള്ള എല്ലാ പാത്രങ്ങളും സംവിധാനങ്ങളും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലേ. ഇപ്പോൾ മിനി ഫ്രിഡ്ജാണുള്ളത്. അതുപോലെ തന്നെ ഫിൽറ്റർ വാട്ടർ ഇവിടെ ഉണ്ട്. ഗ്യാസ് സ്റ്റവ് ഇതൊക്കെ ഉണ്ട്. ഫിൽറ്റർ വാട്ടർ തന്നെ. പിന്നെ 2 ബാത്റൂംസ് ഉണ്ട്. ഒന്ന് നമ്മൾ അറ്റാച്ച്ഡും പിന്നെ കൂടുതൽ ആൾക്കാർ വരികയാണെങ്കിൽ ഒരേ സമയത്ത് പോകാൻ സൗകര്യത്തിനൊക്കെ വെളിയിൽ നമ്മൾ നല്ല ഒരു കോമൺ ബാത്റൂം കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചുറ്റുവട്ടത്തിനുള്ള സൗകര്യമുണ്ട്. അത്യാവശ്യം സൗകര്യത്തോടു കൂടിയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് നമ്മൾ കാര്യമായിട്ടുള്ള ശരിക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കൊല്ലങ്കോട് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളുടെയൊക്കെ ഒരു 2-3 കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ് ശരിക്കും നമ്മുടെ ഈ ബിൽഡിംഗ് കിടക്കുന്നത്. സേഫ് അല്ലേ? CCTV സർവൈലൻസ് ഉണ്ട്. അതുപോലെ തന്നെ വൈഫൈ ഫെസിലിറ്റി. IT പ്രൊഫഷണൽസ് ഒക്കെ വരുന്ന ആൾക്കാർക്ക് സുഖമായിട്ട് താമസിക്കാനും ചിലപ്പോൾ 3-4 ദിവസങ്ങളൊക്കെ IT പ്രൊഫഷണൽസ് ഇവിടെ വർക്ക് ചെയ്യാൻ അവർക്ക് നല്ല വൈബാണ്. കാരണം എന്താ വെച്ചാൽ സിറ്റിയുടെ ആ ഒരു തിരക്കിൽ നിന്നും ബഹളത്തിൽ നിന്നും ഇവിടെ നല്ല ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഇരിക്കാനും അവർക്ക് വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈവൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചവർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമുക്ക് നല്ല വൈഫൈ ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് അവർക്ക് IT പ്രൊഫഷണൽസിന് വർക്ക് ചെയ്യാം. പിന്നെ നമുക്ക് നല്ല ഫുൾ ടൈം ആയിട്ടുള്ള 2 കെയർടേക്കേഴ്സ് ഉണ്ട്. ആ കെയർടേക്കേഴ്സ് നമുക്ക് 24 hours ഇവിടെ ഉണ്ടാവും. ഫുഡിന്റെ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ കൊല്ലങ്കോടിനെ സംബന്ധിച്ച് നല്ല ഫുഡാണ് ഇവിടെ എല്ലാ ഹോട്ടലുകളിലും കിട്ടുന്നത്. അപ്പൊ ഫുഡ് നമുക്ക് ഇവിടെ നമ്മള് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷെ ചില ആൾക്കാർ വേണമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും. പിന്നെ വേണമെങ്കിൽ നമ്മുടെ കെയർടേക്കർ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു. അയാൾ നല്ലൊരു കുക്കാണ്. അവർ